ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. നമ്മൾ ഇന്ന് ഇന്ത്യൻ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് നാഷണൽ ഇൻകം. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പ്രധാനമായും ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പാഠം SCRT കൂടി മിക്സ് ചെയ്ത XCRT ആണ് നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത്. അത് മിക്സ് ചെയ്താണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, ഒന്ന് ദേശീയ വരുമാനം. എന്താണ് ദേശീയ വരുമാനം എന്നാണ്? നമുക്കൊരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്താണെന്ന് അറിയാം. അതായത് ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ വാർഷിക വരുമാനം, കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് കണക്കാക്കുന്നത്, അല്ലെ? അതായത് ഒരു വീട്ടില് അച്ഛനും അമ്മയും രണ്ടു മക്കളും എന്ന് കണക്കാക്കുക. ചെറിയ കുട്ടികളാണ്, അച്ഛനാണ് ജോലി. അപ്പൊ അച്ഛന് ആ കുടുംബത്തില് എന്താണ് ജോലിക്ക് പോയിട്ടാണ് വരുമാനം കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം, ഇനി വല്ല ചില പെൻഷനോ സാമൂഹ്യക്ഷേമ പെൻഷനോ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ഒരു കുടുംബത്തിന്റെ ഒരു വർഷത്തെ വിവിധ മാർഗങ്ങളിലൂടെയുള്ള വരുമാനത്തെയാണ് വാർഷിക വരുമാനം അല്ലെങ്കിൽ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഒരു രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ ഒരു വർഷത്തെ മൊത്തം വരുമാനത്തെയാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനം. അതായത് ഒരു രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും, ഇത് രണ്ടിന്റെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനം. രാജ്യത്തിന്റെ ദേശീയ വരുമാനം ഇത് പ്രധാനമായും 3 മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 3 മേഖലകളിൽ നിന്നാണ് ഇത് പ്രധാനമായി ലഭിക്കുന്നത്, ദേശീയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായിട്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്? 1 കാർഷിക മേഖല, 2 വ്യവസായ മേഖല, 3 സേവന മേഖല. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഈ 3 മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം ലഭിക്കുന്നു. ഈ 3 മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം ലഭിക്കും. അതായത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. ദേശീയ വരുമാനം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം. എന്താണ് ദേശീയ വരുമാനം? അപ്പൊ ദേശീയ വരുമാനം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഈ രണ്ട്, അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വരുമാനമാണ് ദേശീയ വരുമാനം. ഓക്കെ, ഒരു രാജ്യത്തെ ഒരു വർഷത്തെ മൊത്തം വരുമാനം. മനസ്സിലായില്ലേ? ഇത് 3 മേഖലകളിൽ നിന്ന് ലഭിക്കുന്നു. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഈ 3 മേഖലകളിൽ നിന്നുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം ലഭിക്കും. അപ്പൊ അത് മനസ്സിലായല്ലോ. അതായത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം എന്തിൽ കണക്കാക്കണം? പണത്തിൽ കണക്കാക്കണം. അങ്ങനെ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഒന്ന്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനുമാണ് ദേശീയ വരുമാനം സഹായിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ ദേശീയ വരുമാനം കണക്കാക്കണം. അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും ദേശീയ വരുമാനം കണക്കാക്കണം. എന്നാൽ അതുമാത്രമല്ല, മറ്റു ചില ലക്ഷ്യങ്ങളുമുണ്ട്. ഒന്ന്, സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്. സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന്. കൂടാതെ ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന് കൂടി എന്താണ്? ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം കണക്കാക്കും. ഒന്ന്, ഏറ്റവും പ്രധാനം സാമ്പത്തിക വളർച്ച കണ്ടെത്താൻ, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കണ്ടെത്താൻ, രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാൻ,
സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്താൻ, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ, പിന്നെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കാൻ, പിന്നെ ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന് ഇതിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇനി ദേശീയ വരുമാനത്തിലെ പ്രധാന ആശയങ്ങൾ, അതായത് ദേശീയ വരുമാനത്തിലെ പ്രധാന ആശയങ്ങൾ നോക്കാം. ദേശീയ വരുമാനം എന്തെന്നും അത് കണക്കാക്കേണ്ട ആവശ്യകത എന്തെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ മനസ്സിലാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ GNP എന്ന് നമ്മൾ പറയും. അതായത് മൊത്ത ദേശീയ ഉൽപ്പന്നം, GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇവിടെ മുതൽ വളരെ ഭംഗിയായി പഠിക്കണേ, വളരെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. ഏതൊരു പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഭാഗം പഠിച്ചു പോവുക. ഓക്കെ, മനസ്സിലാക്കി പോവുക, മനസ്സിലാക്കി തന്നെ പോവുക. മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP. അതായത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിന്റെ ഒരു പ്രധാന ആശയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഓക്കെ, ദേശീയ വരുമാനത്തിന്റെ പ്രധാന ആശയം പറഞ്ഞാൽ മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. അതായത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ നമുക്ക് എടുക്കാം. നമ്മുടെ രാജ്യം തന്നെ എടുക്കാം. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും, അതായത് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഗുഡ്സിന്റെയും സർവീസസിന്റെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുക. കൃത്യമായി തന്നെ മനസ്സിലാക്കണേ. അതായത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നം, അതായത് അതിന് വേറെ ഒന്നുമില്ല, അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കണക്കാക്കുന്നത്. ഉപഭോഗത്തിനായി ലഭ്യമാകുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. അതായത് പിന്നീട് അത് ഉപഭോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക വേണ്ടി മാത്രമേ വേണ്ടൂ. ഉപഭോഗത്തിനായി ലഭ്യമാകുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഉദാഹരണം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തുണി, നൂല്, ബട്ടൺസ്. തുണി, നൂല്, ബട്ടൺസ് എന്നീ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഷർട്ട് നിർമ്മിക്കുന്നത് കരുതുക. അതായത് നമുക്ക് ഷർട്ട് നിർമ്മിക്കാൻ അറിയാലോ, തുണി വേണം, നൂല് വേണം, ബട്ടൺസ് വേണം. ഇതൊരു അസംസ്കൃത വസ്തുക്കളാണ് ഇതൊക്കെ. ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഷർട്ട് നിർമ്മിക്കുന്നു. ഇവിടെ ഉപഭോഗത്തിനായുള്ള ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം. ഇവിടെ എന്താണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്? ഇവിടെ ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം. കാരണം എല്ലാം നമ്മൾ തുണി കൊണ്ട് തയ്ച്ച് തുണിയെടുത്ത് നൂല് കൊണ്ട് തയ്ച്ച് ബട്ടൺസ് ഒക്കെ വെച്ച് അത് ഉപയോഗിക്കാനാവുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ അതാണ് അന്തിമ ഉൽപ്പന്നം. അപ്പൊ ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം. ഈ അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. ഈ അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ്, അതായത് അവിടെ തുണിക്കോ നൂലിലോ ബട്ടൺസിനോ എത്രയൊന്നല്ല, ഷർട്ട് എന്ന് പറയുന്നതിന് എത്രയായോ അതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. മുകളിൽ നൽകിയ ഉദാഹരണത്തിൽ ഷർട്ടിന്റെ മൂല്യത്തിൽ ബട്ടൺസ്, തുണി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ മൂല്യവും ഉൾപ്പെട്ടിരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. അതായത് ബട്ടൺസിന് ഒരു റേറ്റ് ഉണ്ട്, തുണിക്ക് ഒരു റേറ്റ് ഉണ്ട്, ഇനി നമ്മളെ നൂലിന് വേറെ റേറ്റ് ഉണ്ട്. എന്നാൽ എന്താണ് ഈ അസംസ്കൃത വസ്തുക്കളുടെ മൂല്യമൊക്കെ ഉൾപ്പെട്ടിട്ടാണ് അന്തിമ മൂല്യം നമ്മൾ കണക്കാക്കുന്നത്. അന്തിമ മൂല്യങ്ങളിൽ പണമൂല്യം കണക്കാക്കുക. അതാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുക. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുക. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1, മാർച്ച് 31. ഇങ്ങനെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. അപ്പൊ എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് മനസ്സിലായല്ലോ? കൃത്യമായി മനസ്സിലായല്ലോ? അതിന് മറന്നു പോകരുത്. കൃത്യമായി ഇത് മനസ്സിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം. അതായത് അന്തിമ ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കണക്കാക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിന് ഒന്നുകൂടെ നോക്കാം. അതായത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞു. ഒരു സമ്പദ് വ്യവസ്ഥയുടെ GNP ലഭ്യമാകണമെങ്കിൽ GDP-യോടുകൂടി വിദേശത്തു നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം കൂട്ടിയാൽ മതിയാകും. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ GNP, നമുക്കൊരു GNP ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം ലഭിക്കണമെങ്കിൽ നമുക്ക് എന്താണ് അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച്. എന്നാൽ കൃത്യമായ രീതി കിട്ടണമെങ്കിൽ GDP-യോടുകൂടി വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, NFIA.
ഇത് കൂട്ടിയാൽ മതി. അതായത് GNP is equal to GDP plus NFIA. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. GNP എന്ന് പറയുന്നത് GDP plus നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ്. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്? അതായത് ഇന്ത്യയുടെ വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനം എന്നത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുന്ന വരുമാനവും, നമ്മുടെ രാജ്യത്ത് വിദേശീയരായിട്ടുള്ള ആളുകളുണ്ട്, വിദേശികൾ നമ്മുടെ രാജ്യത്തുണ്ട്, അവർ അവരുടെ രാജ്യത്തിലേക്ക് അയക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അറ്റഘടക വരുമാനം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ വിദേശത്തുള്ള അറ്റഘടക, അതായത് ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുണ്ടല്ലോ, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന വരുമാനവും അല്ലെങ്കിൽ അവരുടെ ആ വരുമാനം ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ എന്താണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുന്ന വരുമാനവും. ഉദാഹരണം പറയാം, കാനഡയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടെന്ന് കരുതുക. കാനഡയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എന്താണ് അവിടെ ഒരു $50, ഒരു 50,000 രൂപ കണക്കാക്കാം, 50,000 രൂപ സാലറി ആയി ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു 30,000 രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഒരു 30,000 രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഓക്കെ, 20,000 അവിടെ ചെലവാക്കി 30,000 രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഈ ഒരു വരുമാനവും പിന്നെ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശീയരുണ്ട്, അവരെന്താണ്, അവർക്കൊരു 30,000 സാലറി ലഭിക്കുന്നുണ്ടെന്ന് കരുതുക. അവരൊരു 20,000 രൂപ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് അയക്കുന്നു, അവരുടെ രാജ്യത്തിലേക്ക് അയക്കുന്നു. ഇങ്ങനെ ഈ രണ്ട് വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് എന്താണ് അറ്റഘടക വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അവർ ഉദാഹരണമായി പറയുന്നുണ്ട്, ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് 10,000 കോടി രൂപ അയച്ചു എന്ന് കരുതുക. ഓക്കെ എന്ന് കരുതുക. ഇവിടെയുള്ള വിദേശികൾ അവരുടെ രാജ്യത്തേക്ക് 7,000 കോടി രൂപ അയച്ചു എങ്കിൽ നമ്മുടെ വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം അല്ലെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത് 10,000 മൈനസ് 7,000 3,000 കോടി രൂപയായിരിക്കും. ഇത് എന്താണ്, ഈ ഒരു NFIA നെഗറ്റീവോ പോസിറ്റീവോ ആകാം, നെഗറ്റീവോ പോസിറ്റീവോ. ഇതാണ് അറ്റഘടക വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ GDPയും അറ്റഘടക വരുമാനവും കൂട്ടുന്നതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം, GNP എന്ന് പറയാം. ഓക്കെ, GNP ലഭ്യമാകാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഇതുകൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എക്സ്ട്രാ പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത്, ഇനി നമ്മൾ അന്തിമ സാധനങ്ങൾ. എന്താണ് അന്തിമ സാധനങ്ങൾ? നമ്മൾ ഒന്ന് ഓൾറെഡി പറഞ്ഞു, എങ്കിലും ഒരു ഉദാഹരണം പോലെ നമുക്ക് പറയാം. അതായത് അന്തിമമായ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന സാധന സേവനങ്ങളാണ് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അതായത് വീണ്ടും ഉൽപാദന പ്രക്രിയയിലേക്ക് കടന്നു വരാത്ത സാധനങ്ങൾ, അതായത് വീണ്ടും ഉൽപാദന പ്രക്രിയ നടത്തേണ്ടാത്ത സാധനങ്ങളാണ് അന്തിമ സാധനങ്ങൾ. ഇവ ഉപഭോഗ സാധനങ്ങൾ, അതായത് കൺസ്യൂമർ ഗുഡ്സോ മൂലധന വസ്തുക്കളോ ക്യാപിറ്റൽ ഗുഡ്സോ ആകാം. ഒരു സാധനം അന്തിമ സാധനമായി കണക്കാക്കുന്നത് അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഒരു സാധനം അന്തിമ സാധനമായി കണക്കാക്കുന്നതാണ് അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തേയില എന്ന വസ്തു ഒരു ഉപഭോക്താവ് തന്റെ കുടുംബത്തിലേക്ക് വാങ്ങുകയാണെങ്കിൽ, തേയില നമ്മൾ വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ തേയിലയെ അന്തിമ സാധനം എന്ന ഗണത്തിലാണ് പെടുത്തുക. തേയില കാരണം നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ഇല വാങ്ങിച്ച് അതിനെ മാനുഫാക്ചർ ചെയ്ത് മാറ്റുമല്ല ചെയ്യുന്നത്. അപ്പൊ അതുമാണ് തേയിലയെ അന്തിമ സാധനം എന്ന് ഗണത്തിൽപ്പെടുത്താം. എന്നാൽ തേയില ഒരു ഹോട്ടൽ ഉടമ തന്റെ ഹോട്ടലിലേക്ക് വാങ്ങുകയാണെങ്കിൽ തേയിലയെ അന്തിമ സാധനങ്ങൾ ഗണത്തിൽ ഉൾപ്പെടുത്തില്ല. ഓക്കെ, കാരണം തേയിലയെ വീണ്ടും ഒരു ഉൽപാദന പ്രക്രിയ, അതായത് ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, അയാൾ അവിടെ വിൽപ്പനയാണ് നടത്തുന്നത്, വിൽപ്പന. അപ്പൊ അതിന്റെ അന്തിമഘട്ടം ഏതാണ്? ചായ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയാണ്. ഓക്കെ, ഇങ്ങനെ അന്തിമ സാധനങ്ങൾ, ഉപഭോഗ വസ്തുക്കൾ, മൂലധന വസ്തുക്കൾ എന്നിങ്ങനെ രണ്ടു തരമുണ്ടെന്ന് കണ്ടല്ലോ. ഉപഭോഗ വസ്തുക്കളും ഉണ്ട്, മൂലധന വസ്തുക്കളും ഉണ്ട്. ഓക്കെ ഉണ്ട്. ഉപഭോഗത്തിന് നേരിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നു. നമ്മൾ ബ്രെഡ്, TV, ഫ്രിഡ്ജ് മുതലായവ. മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന അന്തിമ സാധനങ്ങളെയാണ് മൂലധന വസ്തുക്കൾ, അതായത് കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ മുതലായവ. ഇനി മധ്യമ സാധനങ്ങൾ, അന്തിമ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയയിൽ കടന്നു വരുന്നതുമായ സാധനങ്ങളാണ് മധ്യമ സാധനങ്ങൾ അഥവാ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി അത്. ഇനി നമ്മൾ GDPയിലേക്ക് വന്നു. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. നമ്മൾ മൊത്തം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് പറഞ്ഞു. ഓക്കെ, അടുത്തത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നമാണ്, GDP ആണ്. അതായത് മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതായത് മേഖലകൾ തിരിച്ചുള്ള ഒരു സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയം ചോദിച്ചാൽ അത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദ്യം വരാം, ഈ ഒരു വരി തന്നെ എടുത്ത് ചോദ്യം വരാം. അതായത് മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയം ഏതാണ്?
GDP, GNB, NNB എന്നൊക്കെ തരും. ഏതാണ്? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP ആണ്. GDP ആണ്. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ, അതായത് സാമ്പത്തിക വർഷത്തിലാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. അതായത് നമ്മുടെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, ആഭ്യന്തര ഉൽപ്പന്നം, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, നമ്മളോട് കൃത്യമായി പറയുന്നുണ്ട് ആഭ്യന്തര ഉൽപ്പന്നമാണ്. അപ്പൊ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. എന്താണ്? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, വിദേശത്ത് ജോലി ചെയ്യുന്ന, മനസ്സിലാക്കുക, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. അത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നില്ല. ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. സ്ഥാപനത്തിന്റെ ലാഭം അമേരിക്ക GDP-യിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ GNB-യിലാണ് ഉൾപ്പെടുത്തുക. അവിടുത്തെ ലാഭം എന്ന് പറയുന്നത് അമേരിക്ക അവരുടെ GDP-യിൽ ഉൾപ്പെടുത്തും, എന്നാൽ ഇന്ത്യയോ അത് GNB-യിൽ ഉൾപ്പെടുത്തും. അതായത് ഇന്ത്യയിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനം ഒഴിവാക്കുന്നു എന്നർത്ഥം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ GDP. ഓക്കെ, അതായത് വിദേശത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്നു, അവർക്ക് അവിടെ വരുമാനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനി വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്നു, അതിന്റെ സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം ഒന്നും GDP-യിൽ പ്രതിഫലിക്കില്ല, അവിടെ എടുക്കില്ല. അത് GNB-യിൽ മാത്രമാണ് ഇന്ത്യ കണക്കാക്കുക. ഇതാണ് GDP എന്ന് പറയുന്നത്. GDP ഇത് മനസ്സിലായല്ലോ. GDP എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തെ കമ്പോള വിലയിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് GDP MB, അതായത് മൈനസ് അല്ല GDP MB എന്ന് പറയും. അതായത് കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തെ കമ്പോള വിലയിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നും, ഘടക ചെലവിന്റെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം ഘടക ചെലവിനുള്ള ആഭ്യന്തര ഉൽപ്പന്നം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നും GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തെ കമ്പോള വിലയിലെ ആഭ്യന്തര ഉൽപ്പന്നം എന്നും, ഘടക ചെലവിന്റെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തെ ഘടക ചെലവിനുള്ള ആഭ്യന്തര ഉൽപ്പന്നം എന്നും അറിയപ്പെടുന്നുണ്ട്. അത് രണ്ടും GDP അറ്റ് മാർക്കറ്റ് പ്രൈസും GDP അറ്റ് ഫാക്ടർ കോസ്റ്റും ഓർത്ത് വെച്ചേക്കുക. ഇനി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറഞ്ഞു. എന്താണ് രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി? അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യോമാതിർത്തിയും ജലാതിർത്തിയും ഉൾപ്പെടുന്നു. വ്യോമാതിർത്തിയും ജലാതിർത്തിയും ഇടുന്നു. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ആ രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും. അതുപോലെ രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം. രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുടെ മേഖലയുണ്ട്. മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷൻ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയാൽ അത് അവരുടെ രാജ്യത്തിന്റെ അതിർത്തിയായിട്ടാണ് കണക്കാക്കുക. ഇതാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി, അതുകൂടെ മനസ്സിലാക്കുക. ഇനി അടുത്ത നമ്മൾ അറ്റ ദേശീയ ഉൽപ്പന്നമാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP. അതായത് നിങ്ങൾ ഈ ഒരു വർഷം ഒരു കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിച്ച് അടുത്ത വർഷം വിറ്റാൽ അതിന് വാങ്ങിയ വില ലഭിക്കുമോ? അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാർ വാങ്ങി ഈ അടുത്ത തവണ വിറ്റാൽ ആ വില തന്നെ ലഭിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇത് ലഭിക്കാത്തതെന്നാണ് ഈ അറ്റ ദേശീയ ഉൽപ്പന്നം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് അതേപോലെ യന്ത്ര സാമഗ്രികളും മറ്റു സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. പഴക്കം കൊണ്ട് എന്താണ്? അതായത് നമ്മൾ യന്ത്രം ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്ത് ഉപയോഗിക്കുന്നു, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെയാണ് തേയ്മാന ചെലവെന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത്
ഡിപ്രിസിയേഷൻ ചാർജ്, തേയ്മാനം അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ. ഇങ്ങനെ തേയ്മാനം സംഭവിക്കുമ്പോൾ ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവുണ്ട്. ഈ ചെലവിനെ തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ചാർജസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചെലവുകൾ പരിഗണിക്കാറുണ്ട്. നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ തേയ്മാന ചെലവുകൾ പരിഗണിക്കും. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന്, അതായത് നമ്മുടെ GNBയിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലായില്ലേ? നമ്മുടെ മൊത്ത ദേശീയ ഉൽപ്പന്നം GNB ഇല്ലേ, മൊത്ത ദേശീയ ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ, ഡിപ്രിസിയേഷൻ ചാർജ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതിനെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നു. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. അപ്പൊ ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത് എന്താണ് ചോദിച്ചാൽ അത് NNB ആണ്, അറ്റ ദേശീയ ഉൽപ്പന്നമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെയാണ്, അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. കാരണം തേയ്മാന ചെലവ് കുറയ്ക്കുന്നു. GNBയിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്താണ് നമ്മുടെ ദേശീയ വരുമാനം, എന്നാണ് നമ്മുടെ ദേശീയ വരുമാനം. അതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. GNBയിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ അറ്റ ദേശീയ ഉൽപ്പന്നം ലഭിക്കും, NNB നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ലഭിക്കും. അതാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്, ഇത് പഠിച്ചു വെക്കുക. പലപ്പോഴും പരീക്ഷയിൽ വന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അറ്റ ദേശീയ ഉൽപ്പന്നം എന്താണെന്ന് മനസ്സിലായല്ലോ. കൃത്യമായി പറഞ്ഞാൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറച്ച് കിട്ടുന്നതാണ് അറ്റാഭ്യന്തര ഉൽപ്പന്നം, NDP അറ്റാഭ്യന്തര ഉൽപ്പന്നം. NDP നമ്മളോട് പറയുന്നുണ്ട്, NDP. നമ്മൾ NNB പറഞ്ഞു, NDP മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന്, അതായത് GDPയിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ച് കിട്ടുന്നതിനെ നമ്മൾ NDP എന്ന് പറയും. ഡിപ്രിസിയേഷന്റെ സ്ഥിരമൂല്യത്തിന്റെ ഉപയോഗം, അതായത് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. NDP എന്ന് പറയുന്നത് GDP മൈനസ് ഡിപ്രിസിയേഷൻ ആണ്. അറ്റാഭ്യന്തര ഉൽപ്പന്നത്തെ കമ്പോള വിലയിലും ഘടക ചെലവിലും കാണാൻ വേണ്ടി സാധിക്കും എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പൊ NDPയും NNBയും മനസ്സിലായല്ലോ. NNB ആണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്, NDP അല്ല എന്ന് മനസ്സിലാക്കണം. അടുത്തത് പ്രതിശീർഷ വരുമാനം. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം? അതായത് ദേശീയ വരുമാനത്തെ, നമ്മുടെ ദേശീയ വരുമാനം ഉണ്ടല്ലോ, ഈ ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. പ്രതിശീർഷ വരുമാനം എന്നും ആളോഹരി വരുമാനം എന്നും അറിയപ്പെടുന്നു. പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടും, അതാണ് പ്രതിശീർഷ വരുമാനം. രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും പ്രതിശീർഷ വരുമാനമാണ് സഹായിക്കുന്നത്. പ്രതിശീർഷ വരുമാനം സഹായിക്കുക, കാരണം ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ, അതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ചു പോണേ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം. ഒന്നോ രണ്ടോ തവണ നിങ്ങൾ വീഡിയോ കണ്ടോ കുഴപ്പമില്ല, ഇതിന്റെ നോട്ടും നമ്മൾ കൃത്യമായിട്ട് തരും. ആ സമയത്തൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ പോവാൻ. അടുത്തത് എന്താണ്? ഒരു സാധനത്തിന്റെ കമ്പോള വിലയിൽ, അതായത് മാർക്കറ്റ് പ്രൈസ് ആണ് കമ്പോള വില. ഘടക ചെലവ് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, ഒരു സാധനത്തിന്റെ കമ്പോള വിലയിൽ ഘടക ചെലവും അറ്റ പരോക്ഷ നികുതി നെറ്റ് ഇൻഡയറക്ട് ടാക്സും ഉൾപ്പെടുന്നു. അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയും. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റും ഘടക ചെലവും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അറ്റ പരോക്ഷ നികുതിയും കൂടി ചേർന്നതാണ്. ഓക്കെ, ഉൽപാദന ഘടകങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണ് ഫാക്ടർ കോസ്റ്റ് എന്നത്. അറ്റ പരോക്ഷ നികുതി ലഭിക്കാൻ പരോക്ഷ നികുതിയിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ മതിയാവും. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി ആണ്. ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി, ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ഒരു ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സാധനത്തിന്റെ കമ്പോള വിലയിൽ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലോ, അതിൽ ഘടക ചെലവ് ഫാക്ടർ കോസ്റ്റും ഇൻഡയറക്ട് ടാക്സ് ആയ അറ്റ പരോക്ഷ നികുതിയും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ലഭിക്കണമെങ്കിൽ എന്താണ്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ്. ഉൽപാദന ഘടകങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണ് ഫാക്ടർ കോസ്റ്റ്. ഇനി അറ്റ പരോക്ഷ നികുതി ലഭിക്കാൻ എന്ത് ചെയ്യണം? അറ്റ പരോക്ഷ നികുതി ലഭിക്കണമെങ്കിൽ പരോക്ഷ നികുതി ഉണ്ടല്ലോ, ഡയറക്റ്റ് ടാക്സ്, അതിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ അറ്റ പരോക്ഷ നികുതി ലഭിക്കും. ഇനി അതുപോലെ തന്നെയാണ് വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം എന്താണ്? ഒരു വർഷം ഗാർഹിക മേഖലയ്ക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഒരു വർഷം ഗാർഹിക മേഖലയ്ക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. വ്യക്തിഗത വരുമാനം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ നിർണ്ണയിക്കാവുന്നതാണ്. വ്യക്തിഗത വരുമാനം ഈസ് ഈക്വൽ ടു ദേശീയ വരുമാനം, അതായത് NNBFC. ദേശീയ വരുമാനം എന്ന് പറയുന്നത് NNBFC ആണ്, ഫാക്ടർ കോസ്റ്റ് ആണ്.
മൈനസ് വിതരണം ചെയ്യപ്പെടാത്ത ലാഭം അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് കോർപ്പറേറ്റ് നികുതി മൈനസ് ഗാർഹിക മേഖല നൽകുന്ന അറ്റ പലിശ പ്ലസ് മാറ്റ അടവുകൾ. ഇങ്ങനെയാണ് വ്യക്തിഗത വരുമാനം ലഭിക്കുക. ഇനി വ്യക്തിഗത വിനിയോഗ വരുമാനമുണ്ട്, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അതായത് വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് നികുതി അടവുകളും നികുതിയേതര അടവുകളും കുറച്ചു കിട്ടുന്ന വരുമാനമാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം. വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് നികുതി അടവുകളും നികുതിയേതര അടവുകളും കുറച്ചു കിട്ടുന്ന വരുമാനം. അതായത് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് വ്യക്തിഗത വരുമാനം മൈനസ് വ്യക്തിഗത നികുതി പ്ലസ് നികുതിയിതര അടവുകൾ. ഇതാണ് എന്താണ് വ്യക്തിഗത വിനിയോഗ വരുമാനം എന്ന് പറയുന്നത്. ഇതും ജസ്റ്റ് അതിന്റെ കൂടെ ഓർക്കുക. ദേശീയ വരുമാനം NNP-FC എന്ന് കണ്ട ദേശീയ വരുമാനം എന്ന് കണക്കാക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇനി ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയാണ് ഘടക വരുമാനം. അപ്പൊ ഘടക വരുമാനം എന്താണെന്ന് അറിയണ്ടേ? ഫാക്ടർ പേയ്മെന്റ്സ്, അതായത് ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയാണ്. ഇത് തന്നെയാണ് ഘടക ചെലവും ഫാക്ടർ കോസ്റ്റും. രണ്ടും ഒന്ന് തന്നെയാണ്. ഘടക വരുമാനവും ഘടക ചെലവും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. പെൻഷൻ, തൊഴിലില്ലായ്മ, വേതനം, സ്കോളർഷിപ്പ്. പെൻഷൻ, തൊഴിലില്ലായ്മ, വേതനം, തൊഴിലില്ലായ്മ വേതനം, സ്കോളർഷിപ്പ് മുതലായവയാണ് മാറ്റ അടവുകൾ. കമ്പനിയുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ്. കമ്പനിയുടെ ലാഭത്തിന്റെ ചുമത്തുന്ന നികുതി കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ ഇത് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് വ്യക്തിഗത വരുമാനത്തിൽ, അതായത് വ്യക്തിഗത നികുതിയും നികുതിതര അടവുകൾ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മാറ്റ അടവുകൾ എന്താണ്, ഓക്കെ, ട്രാൻസ്ഫർ പേയ്മെന്റ് എന്താണ്, ഇതൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കുക. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം, സ്കോളർഷിപ്പ് മുതലായവയാണ്. ഓക്കെ, ഇതും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, ഇനി ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്നതിനുള്ള പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത് ആ സമ്പദ് വ്യവസ്ഥയിലെ ദേശീയ വരുമാനത്തിന്റെ വർധനമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ച വിലയിരുത്തുക, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്ന പ്രധാന മാനദണ്ഡം എന്താണ്? ആ സമ്പദ് വ്യവസ്ഥയിലെ ദേശീയ വരുമാനത്തിന്റെ വർധനമാണ്. ദേശീയ വരുമാനം എന്നത് ഘടക ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നത്തിന് തുല്യമായിരിക്കും. അപ്പൊ ദേശീയ വരുമാനം NNB-FC ആണ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNB-FC ആണ്. ദേശീയ വരുമാനം എന്ന് പറയുന്നത് NNB ഫാക്ടർ കോസ്റ്റ് ആണ്. അതായത് അറ്റദേശീയ ഉൽപ്പന്നത്തിന് ഘടക ചെലവിലുള്ള അറ്റദേശീയ ഉൽപ്പന്നമാണ് NNB-FC. ദേശീയ വരുമാനം കണക്കാക്കാൻ മൊത്തം ദേശീയ ഉൽപാദനത്തിൽ നിന്ന് തേയ്മാനവും, അതായത് ഡിപ്രിസിയേഷൻ, അറ്റ പരോക്ഷ നികുതി നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതിയാകും. ഓക്കെ, അതായത് D എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ, NIT എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ ദേശീയ വരുമാനം കണക്കാൻ എന്താണ്? മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന്, അതായത് NNB-FC കണക്കാക്കണമെങ്കിൽ GNB-FC മൈനസ്, അതായത് ഡിപ്രിസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നിവ കുറച്ചാൽ മതി. ഓക്കെ, അത് രണ്ടും കുറച്ചാൽ മതിയാകും എന്നാണ് പറയുന്നത്. അപ്പൊ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNB-FC ആണ്. കൃത്യമായ പോയിന്റ് ആണ്, ഇവിടെ കൃത്യമായ പോയിന്റ് ആണ്, മനസ്സിലാക്കുക. NNB എന്ന് നമ്മൾ പറഞ്ഞ ദേശീയ NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് കൃത്യമായി ദേശീയ വരുമാനം എന്ന് പറയുന്നത്, കൃത്യമായി ദേശീയ വരുമാനം എന്ന് കണക്കാക്കുന്നത്. ഇവിടെ മാർക്ക് കളയരുത്, ഈ മാർക്ക് നമുക്ക് നേടാനുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്. അപ്പൊ ദേശീയ വരുമാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇത് കണക്കാക്കുന്നത് നോക്കാം. ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുക. അപ്പൊ ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുക. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി വേണമെങ്കിൽ എന്താണ്? ഉൽപാദനം വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദന ഘടകങ്ങളുണ്ട്. ഈ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് ഭൂമി, നമ്മുടെ ഭൂമിയുണ്ട്, ലാൻഡ് ഉണ്ട്, മൂലധനമുണ്ട്, സംഘാടനം, ഇവയുടെ പ്രതിഫലവും വർദ്ധിക്കുന്നു. ഇങ്ങനെ പ്രതിഫലവും വർദ്ധിക്കും. പ്രതിഫലങ്ങളായ പാട്ടം, കൂലി, പലിശ, ലാഭം, പ്രതിഫലങ്ങളായ പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. ഓക്കെ, അതായത് സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത് എന്താണ്? ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദന ഘടകങ്ങളായ ഭൂമിയും, തൊഴിലും, മൂലധനവും, സംഘാടനവും എന്താണ്? ഇവയുടെ പ്രതിഫലം വർദ്ധിക്കുന്നു. ഭൂമിയുടെ എന്താണ് പ്രതിഫലം? പാട്ടമാണ്. തൊഴിലിന്റെ പ്രതിഫലം കൂലിയാണ്. മൂലധനത്തിൻ്റെത് പലിശയാണ്. സംഘാടനത്തിൻ്റെത് ലാഭമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. ഇങ്ങനെ ഇവ വർദ്ധിക്കുന്നു. ഇതിന്റെ ഫലമായി എന്താണ്? ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. അതായത് എന്താണ്? ചെലവ് വർദ്ധിക്കുന്നു, ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു, വരുമാനം വർദ്ധിക്കുന്നു എന്നിങ്ങനെയാണ് ഒരു സൈക്കിൾ കണക്ക് പോകുന്നത്. ഇനി ഉൽപാദനം
വരുമാനം, ചെലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ പറഞ്ഞില്ലേ, അതായത് വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവ് വർദ്ധിക്കും, ചെലവ് വർദ്ധിക്കുമ്പോൾ ഉൽപാദനം വർദ്ധിപ്പിക്കും. ഇങ്ങനെ ഇതെന്താണ്, ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഈ 3 രീതികൾ അവലംബിക്കുന്നു. 3 രീതികളും ദേശീയ വരുമാനത്തിന് അവലംബിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നിങ്ങനെ കണക്കാക്കുന്നു. അതിൽ ആദ്യത്തേതാണ് ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. ഉൽപാദന രീതി അഥവാ പ്രോഡക്റ്റ് മെത്തേഡ് നോക്കാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ ഈ 3 മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം, അതായത് മണി വാല്യൂ കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി. ഉൽപാദന രീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് 3 മേഖലകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി. ഏതാണ്? ഉൽപാദന രീതി. മനസ്സിലായല്ലോ? ഈ 3 മേഖലകളിലും എന്താണ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തും. ഇങ്ങനെയാണ് ദേശീയ വരുമാനം ഏതില്? പ്രൊഡക്റ്റ് മെത്തഡ് അല്ലെങ്കിൽ ഉൽപാദന രീതിയിൽ കണ്ടെത്തുക. ഇനി ദേശീയ വരുമാനത്തിന്റെ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്തതെന്നും വിലയിരുത്താൻ ഉൽപാദന രീതി സഹായകരമാണ്. അവിടെ മനസ്സിലാക്കുക. അതായത് ദേശീയ വരുമാനത്തിൽ ഈ 3 മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും, ഓരോ മേഖലകൾക്കും എത്രത്തോളം പങ്കാളിത്തം ഉണ്ടെന്നും, ഏതു മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നത്, ഈ പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ, ഏത് മേഖലയാണോ കൂടുതൽ സംഭാവന ചെയ്തതെന്ന് കണ്ടെത്താനും ഉൽപാദന രീതി അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ് സഹായിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉൽപാദന രീതി അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ് മനസ്സിലായല്ലോ. നമ്മുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി. ഇതിന്റെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് ഓരോ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏതു മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും കണ്ടെത്താൻ വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നു. അടുത്തത് വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് ആണ്. വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ്, അതായത് ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം എന്ന് നിങ്ങൾക്കറിയാലോ. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി. വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, എന്താണ് നമ്മൾ പറഞ്ഞത്, ഭൂമി, തൊഴില്, മൂലധനം, അതുപോലെ സംഘാടനം ഒക്കെ ഉണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് അതിന്റെ വരുമാനം. അതായത് ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം ഇവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി അല്ലെങ്കിൽ എന്താണ് ഇൻകം മെത്തേഡ്. ഓരോ ഉൽപാദന ഘടകത്തിന്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ചറിയാൻ ഈ രീതി സഹായിക്കും. അതായത് ഓരോ ഉൽപാദന ഘടകത്തിന്റെയും ദേശീയ വരുമാനത്തിലേക്ക് എത്ര ഓരോ ഉൽപാദന ഘടകവും സംഭാവന ചെയ്യുന്നു എന്ന് കണ്ടെത്താൻ വരുമാന രീതി എന്താണ് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനിയാണ് ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോ എന്താണ്, 3 രീതികൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ആ 3ാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി. അതായത് ഒരു വർഷത്തിൽ വ്യക്തികളായിക്കോട്ടെ, സ്ഥാപനങ്ങളായിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ, വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുക. ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായാണ് കണക്കാക്കുന്നത്. മനസ്സിലാക്കുക, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും എന്താണ് എക്കണോമിക്സിൽ ചെലവായാണ് കണക്കാക്കുക. ഉപഭോഗ ചെലവ് കൺസംഷൻ എക്സ്പെൻഡിച്ചറും നിക്ഷേപ ചെലവ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും സർക്കാർ ചെലവ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും കൂടി ചേരുമാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. അപ്പൊ ആകെ ചെലവ് എന്ന് പറയുന്നത് ഉപഭോഗ ചെലവുണ്ട്, അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പിന്നെ നിക്ഷേപ ചെലവ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, പിന്നെ സർക്കാർ ചെലവ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ചെലവ് രീതി മനസ്സിലായല്ലോ. വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തി അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി. അതായത് നമ്മുടെ എക്കണോമിക്സിൽ പറയും
സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായാണ് കണക്കാക്കുക. ഇവിടെ നമുക്ക് ഉപഭോഗ ചെലവ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നിക്ഷേപിക്കുന്ന ചെലവ് നിക്ഷേപ ചെലവ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, പിന്നെ സർക്കാരിന്റെ ചെലവ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇത് മൂന്നും കൂട്ടുന്നതാണ് ആകെ ചെലവ് എന്ന് പറയുന്നത്. ഇനി ഈ മേൽപ്പറഞ്ഞ ഏത് രീതി കണക്കാക്കിയാലും ദേശീയ വരുമാനം ഒന്ന് തന്നെയായിരിക്കും. ഈ പറയുന്ന ഏത് രീതിയിൽ, ഇപ്പൊ ഉൽപാദന രീതി ആയിക്കോട്ടെ, വരുമാന രീതി ആയിക്കോട്ടെ, ചെലവ് രീതി ആയിക്കോട്ടെ, ഏത് രീതിയിൽ കണക്കാക്കിയാലും ദേശീയ വരുമാനം ഒന്ന് തന്നെ ആയിരിക്കും എന്ന് കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് 3 പ്രധാനപ്പെട്ട വരുമാന രീതി. ഇനി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏജൻസി ഏതാണ്? അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. കൃത്യമായി മുൻപ് ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO. മുഖ്യമായി സർക്കാരിന്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. പ്രധാനമായും സർക്കാരിന്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കണക്കെടുപ്പ് നടത്തുന്നത്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലയുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നു. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നു. ഓക്കെ, ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ്, ഈ 3 രീതികൾ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 3 രീതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ഈ ശ്രമകരമായ കാര്യത്തിന് ഒട്ടേറെ പ്രായോഗികവും ആശയപരവുമായ പ്രശ്നങ്ങളുണ്ട്. അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഈ ശ്രമകരമായ കാര്യത്തിന് ഒട്ടേറെ പ്രായോഗികവും ആശയപരവുമായ പ്രശ്നങ്ങളുണ്ട്. അത് നോക്കാം. 1, വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിന്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നുണ്ട്. വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിന്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. 2, ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടാം. അതായത് ഡബിൾ കൗണ്ടിങ് ചിലപ്പോൾ വരാം. ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം, അതായത് സാധനങ്ങളുടെയും സേവനങ്ങളും പണമൂല്യം കണക്കാക്കപ്പെടും. ഒന്നിന് തന്നെ ഡബിൾ കൗണ്ടിങ് ചിലപ്പോൾ വരാം. അത് പിന്നീട് വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. മറ്റൊന്ന്, സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. അതായത് നമ്മുടെ വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ തക്കാളിയും പച്ചമുളകും ഒക്കെ ഉപയോഗിക്കുന്നത്, അതെന്താണ് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കില്ല. അതായത് സ്വന്തം ഉപഭോഗത്തിനാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ അത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കില്ല. പിന്നെ ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവര കണക്കെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവര കണക്കെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. അടുത്തത്, സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു. സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു. പിന്നെ ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല. ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല. ഇതൊക്കെയാണ് ഇതിന്. പക്ഷെ പല കാര്യങ്ങളിലും ടെക്നോളജി ഒക്കെ മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. പല രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഇത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത്, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവനയാണ് സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം എന്നാണ്. നമുക്ക് നോക്കാം. 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ചു തുടങ്ങി. അതിനു മുമ്പ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ആയിരുന്നു മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത്. മൊത്ത വർദ്ധിത മൂല്യം പ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായി കണക്കാക്കാൻ സാധിക്കുന്നു. അതായത് 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവനകൾ കൃത്യമായി കണക്കാക്കാൻ വേണ്ടി എന്തുപയോഗിച്ചു തുടങ്ങി? മൊത്ത വർദ്ധിത മൂല്യമെങ്കിൽ മൊത്ത സംയോജിത മൂല്യം, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ്, GVA, അതായത് GDPക്ക് പകരം GVA ഉപയോഗിച്ചു തുടങ്ങി. ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ചു തുടങ്ങി. ഓക്കെ, അതായത് മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത് ആഭ്യന്തര GDP ഉപയോഗിച്ചായിരുന്നു. എന്നാൽ മൊത്ത വർദ്ധിത മൂല്യം GVA പ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായി കണക്കാക്കാൻ സാധിക്കുന്നു. എന്താണ് മൊത്ത വർദ്ധിത മൂല്യമെങ്കിൽ മൊത്ത സംയോജിത മൂല്യം എന്ന് നോക്കാം. ഗ്രോസ് വാല്യൂ ആഡഡ്. മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ GVA എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ മൊത്ത വർദ്ധിത മൂല്യം, അതല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം. മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം. പലപ്പോഴും പലരും ഇതൊക്കെ പുതുതായി കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും, എങ്കിൽ ഓർത്ത് വെച്ചേക്കുക.
ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ മൊത്ത വർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. അതായത് ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂയിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ കുറച്ചാണ് മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. അതായത് GVA കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂ ഉണ്ട്, ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂ GPV, ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂ. അതായത് മൊത്ത ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ വാല്യൂ, അതായത് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ കുറച്ചാണ് GVA അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡ് അല്ലെങ്കിൽ മൊത്തവർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. നോക്കാം, മൊത്തവർദ്ധിത മൂല്യം എന്ന് പറയുന്നത് മൊത്ത ഉൽപ്പന്ന മൂല്യം മൈനസ് ഇടനില ഉപഭോഗ മൂല്യം. മൊത്ത ഉൽപ്പന്ന മൂല്യം മൈനസ് ഇടനില ഉപഭോഗ മൂല്യമാണ് മൊത്തവർദ്ധിത മൂല്യമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് എന്താണ്, സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GVA, മൊത്തവർദ്ധിത മൂല്യം. ഈ ദേശീയ കണക്കിൽ മൊത്തം ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂയിൽ നിന്ന് ഗ്രോസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ ഇടനില ഉപഭോഗ മൂല്യം കുറച്ചാൽ മൊത്തവർദ്ധിത മൂല്യം ലഭിക്കും. അതായത് ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ അതിന്റെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം, ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ, ഉൽപ്പന്നത്തിന്മേലുള്ള നികുതികളോ സബ്സിഡികളോ പരിഗണിക്കുന്നില്ല. അതാണ്, അതായത് ഗ്രോസ് വാല്യൂ അല്ലെങ്കിൽ മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം എത്രയാണോ അത് മാത്രമേ കണക്കാക്കൂ, അതിന്മേലുള്ള നികുതികളോ സബ്സിഡികളോ പരിഗണിക്കുന്നില്ല. എന്നാൽ GDP കണക്കാക്കുമ്പോഴോ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന്മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്തവർദ്ധിത മൂല്യത്തോട് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന്മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്ത വർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP എന്ന് പറയുന്നത് മൊത്ത വർദ്ധിത മൂല്യം പ്ലസ് ഉൽപ്പന്ന നികുതി പ്ലസ് ഉൽപ്പന്ന സബ്സിഡി. അതായത് GDP എന്ന് പറയുന്നത് GVA മൊത്തവർദ്ധിത മൂല്യം പ്ലസ് എന്താണ് പ്രൊഡക്റ്റ് ടാക്സും മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡിയാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലയിൽ നിന്നുള്ള മൊത്തവർദ്ധിത മൂല്യം ചുവടെ തള്ളിയിരിക്കുന്ന ഗ്രാഫിൽ മനസ്സിലാക്കാം. അതിനു മുമ്പ് നികുതിയും സബ്സിഡി എന്താണെന്ന് നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കുന്നതിനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. എന്താണ് നികുതി? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. എന്താണ് സബ്സിഡി? സാമൂഹിക സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യം ഉണ്ടാവില്ല, അങ്ങനെ ആനുകൂല്യമാണ് സബ്സിഡി എന്ന് പറയുന്നത്. അതായത് സാമൂഹിക സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേല് ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമോ ആണ് സബ്സിഡി എന്ന്. അപ്പൊ സബ്സിഡിയും നികുതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇതാണ് ഇവിടെ. ഇനി നമുക്ക് മൊത്തവർദ്ധിത മൂല്യം എന്താണെന്ന് നോക്കാം. അതായത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ നിന്നുള്ള മൊത്തവർദ്ധിത മൂല്യം ചുവടെ നൽകിയിരിക്കുന്നു. അപ്പൊ ഇത് കാർഷിക മേഖലയുടെ ഇത് വ്യവസായ മേഖല, സേവന മേഖല. ഓക്കെ, ഇതാണ് നമുക്ക് നീല കാണുന്നത് കാർഷിക മേഖല, വ്യവസായ മേഖല എന്താണ്, അതുപോലെ സേവന മേഖല. ഏതാണ്? 1982-83 കാലഘട്ടത്തിൽ കാർഷിക മേഖലയായിരുന്നു മുന്നിൽ നിന്നത്. അത് 92-93 എന്താണ് കാർഷിക സേവന മേഖല ചെറുതായിട്ട് കയറി വന്നു. 2002-2003 കാർഷിക മേഖല താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്നു, സേവന മേഖല വളർന്നുകൊണ്ടേയിരിക്കുന്നു. 2012-13 കാർഷിക മേഖല വളരെയധികം പോയി, എന്താണ് വ്യവസായ മേഖല രണ്ടാം സ്ഥാനത്തും സേവന മേഖല ഏറ്റവും കൂടുതലേക്ക് വന്നു. 2022-23 എത്തുമ്പോൾ അവിടെ വ്യവസായ മേഖല 50% കടന്ന് 50% മുകളിലേക്ക് എത്തി. കാർഷിക മേഖല താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് വ്യവസായ മേഖല ഏതാണോ പൊസിഷൻ അതിൽ ഇങ്ങനെ കുറച്ച് ചെറുതായി കയറിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് എന്താണ് ഈ ഒരു മൊത്തം ഗ്രാഫിൽ നൽകിയിരിക്കുന്ന വിശകലനങ്ങൾ മനസ്സിലാക്കാം. ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്ത വർദ്ധ മൂല്യത്തിൽ നിന്ന് വിവിധ മേഖലകളുടെ സംഭാവനകൾ നോക്കാം. നമ്മുടെ സംസ്ഥാനത്തെ നോക്കുമ്പോൾ കാർഷിക മേഖല ഏറ്റവും 2019-20 8.97 എന്നാൽ സേവനം 64.21 എത്തിയിരിക്കുന്നു. 2020-21 കാർഷിക മേഖല കുറച്ച് വർധന നടത്തിയിട്ടുണ്ട്. അതുപോലെ എന്താണ് വ്യവസായം കുറച്ച് ഡൗൺ ആയി.
21-22 കാർഷിക മേഖല വീണ്ടും ഡൗൺ ആയി. അതോടെ എന്താണ് നമ്മുടെ സേവന മേഖല കുറച്ച് 62 പോയിന്റ് കൂട്ടി അങ്ങോട്ട് എത്തി. അതുപോലെ 2022-23 സമ്പദ് വ്യവസ്ഥ കാർഷിക മേഖല കുറഞ്ഞു. എന്താണ് വ്യവസായ മേഖല കുറച്ച് ചെറിയൊരു മാറ്റം എന്നല്ല, ജസ്റ്റ് പോയിന്റ് വ്യത്യാസം വന്നു. സേവന മേഖല ആ ഒരു രീതിയിൽ തന്നെ ഒറ്റ ഒരു ഇതിന്റെ വ്യത്യാസത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്. സേവന മേഖല തന്നെയാണ് ഏറ്റവും പ്രധാനമായി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെയും കേരളത്തിന്റെയും മൊത്തവർദ്ധ മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റു മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിങ് ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച. രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിങ് ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച. പിന്നെ ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച. പിന്നെ വരുന്നതോ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച. അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച. ഇതൊക്കെയാണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കുക. ഇവയെല്ലാം GVA ഗ്രോസ് വാല്യൂ ആഡറിന്റെ വിധത്തിലേക്കുള്ള തൃതീയ മേഖലയുടെ സംഭാവന വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നു. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും പുരോഗതി നേടുന്നു. രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിങ് ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച, ഇതൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. അടുത്തത് അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ചയാണ് ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ. അതായത് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെ മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഇവയിൽ മനുഷ്യവിഭവത്തിന്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്നു. അതായത് ഇവയിൽ മനുഷ്യവിഭവത്തിന്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്നു. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. അതായത് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്ന് വികസിച്ചിട്ടുണ്ട്. നോളജ് എക്കണോമി എന്ന രീതിയിലേക്ക് വളർന്ന് വികസിച്ചിട്ടുണ്ട്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാകുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിനിമയ സാങ്കേതിക വിദ്യ നല്ല രീതിയിൽ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65%മുള്ള 35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹത്തിന് മുന്നിൽ ഇതൊരു വലിയ അവസരവും സാധ്യതയുമാണ്. അതായത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65%-ഓളം 35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹമാണ്. അവരുടെ മുന്നിൽ ഇത് വലിയ അവസരവും സാധ്യതയുമാണ് എന്നാണ് പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. അറിവധിഷ്ഠിത മേഖലയുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ തുടങ്ങിയവയെല്ലാം തന്നെ അറിവധിഷ്ഠിത മേഖലയെ വികസിപ്പിക്കുന്നതിനും അതുവഴി ദേശീയ വരുമാനത്തിലെ തൃതീയ മേഖലകളുടെ സംഭാവന പരിപോഷിക്കപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ദേശീയ വരുമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുക. നമുക്കിവിടെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. 1 മാർക്കോ 2 മാർക്കോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാം. 1-2 മാർക്കുകൾ എക്കണോമിക്സിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്ക് പലപ്പോഴും എക്കണോമിക്സിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ 2 മാർക്ക് അല്ലെങ്കിൽ 1-2 മാർക്ക് ഈ ഒരു ഏരിയ എപ്പോഴും കൈവശം വെക്കുന്നതാണ്. പിന്നെ വരുന്നത് പഞ്ചവത്സര പദ്ധതിയാണ്. അതുകൊണ്ട് കൃത്യമായും ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾ 1-2 തവണ ഈ വീഡിയോ കാണുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഇതിന്റെ PDF നോട്ട് കൂടി പഠിക്കുമ്പോൾ ഓക്കെ ആണ്, സെറ്റ് ആണ്, ഈ ഏരിയ സെറ്റ് ആണ്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണോ അതിന്റെ ഒരു സെറ്റ് നമ്മുടെ ഈ വീഡിയോയിൽ ഇതിന്റെ PDF-ന്റെ കൂടെ നമ്മൾ നമ്മുടെ ആപ്പിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്ന PYQ ഏതൊക്കെയാണ് എന്ന് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് നൽകും. അവിടെ നിങ്ങൾക്ക് പെയ്ഡ് ബാച്ചിൽ അത് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഏരിയ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.